കല്ലമ്പലം വർക്കല റോഡിൽ ഞെക്കാട് ജംഗ്ഷനിലും സമീപത്തെ ഗവൺമെന്റ് VHSSന് മുന്നിലും അപകടങ്ങൾ പതിവ് കാഴ്ചയാകുന്നു. തിരക്കേറിയ റോഡിലെ അമിത വേഗതയും ട്രാഫിക് നിയന്ത്രണമില്ലാത്തതുമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. ഇതെല്ലാം കാൽനട യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ആശങ്കയിലാക്കുകയാണ്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന ഞെക്കാട് ജംഗ്ഷനിൽ അപകട സാധ്യതകൾ ഏറെയാണ്. ജംഗ്ഷനോട് ചേർന്നുള്ള ഗവൺമെന്റ് VHSSൽ 2500-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ റോഡ് മുറിച്ചു കടന്നാണ് സ്കൂളിലേക്ക് എത്തുന്നത്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും മറ്റു വാഹനങ്ങളുടെ അമിത വേഗതയും സ്കൂൾ ജംഗ്ഷനും പരിസരവും അപകട മേഖലയാക്കി മാറ്റുകയാണ്. വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിക്കാനായി സുരക്ഷാ ജീവനക്കാർ ഉണ്ടെങ്കിലും അമിത വേഗതയിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇവർക്കും ഭീഷണിയായി മാറിയിരിക്കുന്നു. അമിത വേഗതയിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇക്കൂട്ടർക്കും ഭീഷണിയാവുകയാണ്. മുഴുവൻ സമയ ട്രാഫിക് ഗാർഡിനെയോ ട്രാഫിക് പോലീസിനെയോ നിയമിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉണ്ടെങ്കിലും നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. മുൻപ് ഏതാനും ദിവസം ട്രാഫിക് പോലീസിന്റെ സേവനം ലഭ്യമാക്കിയിരുന്നുവെങ്കിലും പിന്നീട് അത് അവസാനിച്ചതായി നാട്ടുകാർ പറയുന്നുണ്ട്. വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നടപ്പാലം ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമിത വേഗതയിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായി മാറുമ്പോൾ 3 മാസം മുൻപ് അമിത വേഗത്തിലെത്തിയ ഇരുചക്ര വാഹനമിടിച്ച് സ്കൂളിലെ സുരക്ഷാ ജീവനക്കാരനും പരിക്കേറ്റ സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപകട ഭീഷണി ഇല്ലാതെ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം അധികാരികൾ ഒരുക്കേണ്ടതുണ്ട്. ഒരു വർഷത്തിനിടെ ജംഗ്ഷനിലും സ്കൂളിന് മുന്നിലും റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. സ്കൂൾ പരിസരത്തും ജംഗ്ഷനിലും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകളുടെയോ വേഗനിയന്ത്രണ സംവിധാനങ്ങളുടെയോ അഭാവം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനും സ്ഥിരം സംവിധാനമില്ലാത്തത് ഇവിടുത്തെ പ്രശ്നം രൂക്ഷമാക്കുകയാണ്. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.